ഭരണ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ PV അൻവർ. ഇവർ കാട്ടിക്കൂട്ടിയ പലതിൻ്റെയും തെളിവുകൾ കൈവശമുണ്ട്. യഥാസമയം അത് പുറത്തുവിടും എന്ന ഭീഷണിയുമുണ്ട്. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയായി മത്സരിക്കാൻ PV അൻവർ രംഗത്ത് വന്നിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഈ മുന്നണിയെ പിന്തുണയ്ക്കുകയും ചെയ്യും. മൂന്നാം മുന്നണി രൂപീകരണത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. കാർഷികം, തൊഴിൽ, വ്യാപാരം, സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള സംഘടനകൾ PV അൻവറിന് പിന്തുണ കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് PV അൻവർ മത്സരിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങുന്നത്. PV അൻവർ തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണിത്. PV അൻവറിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ നടത്തുകയാണ് ഇവർ എന്ന് അൻവർ ആരോപിച്ചു. അതായത് ഭരണപ്രതിപക്ഷ കക്ഷികൾ. ഇതോടെ നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിൻ്റെയും തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. വേണ്ടി വന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ TV വെച്ച് അതൊക്കെ കാണിക്കുമെന്നും PV അൻവർ ഭീഷണിപ്പെടുത്തി. നിലമ്പൂർ അങ്ങാടിയിലാണ് ഒരു TV കൊണ്ടുവച്ച് അതിലൂടെ ഇവരുടെ അഴിമതികൾ എല്ലാം പുറത്തെ ജനങ്ങളെ കാണിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയത്. PV അൻവറിന്റെ കയ്യിലിരിക്കുന്ന തെളിവുകളെല്ലാം വോയിസ് രേഖകൾ ഉൾപ്പെടെ പുറത്തുവിട്ടാൽ ഇവർക്കാർക്കും പിടിച്ചു നിൽക്കാനാകില്ലെന്ന് PV അൻവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് സത്യമാണ്. അങ്ങനെ പുറത്തുവിട്ടാൽ ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. തന്നെ വ്യക്തിഹത്യ നടത്തുന്നതിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന VD സതീശൻ ആയാലും മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേടുണ്ടാകുമെന്ന് PV അൻവർ വ്യക്തമാക്കുന്നു. ഇതിലും വലിയ നാണക്കേടുണ്ടോ മുഹമ്മദ് റിയാസിനും ആര്യാടൻ ഷൗക്കത്തിനും? ഇതൊരു വാണിംഗ് ആയി പറയുകയാണ് എന്നാണ് PV അൻവർ പറയുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ പ്രതിരോധിക്കേണ്ടി വരുമെന്നും അൻവർ പറയുന്നുണ്ട്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ PV അൻവറിനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഒരു പരിധി കടന്നാൽ പ്രതിരോധിക്കുമെന്നും PV അൻവർ പറയുന്നുണ്ട്. ആരായിരുന്നാലും അങ്ങനെ തന്നെയാണല്ലോ. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ പ്രതിരോധിച്ചല്ലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആ ദുഷ്പ്രചരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രതിരോധിക്കേണ്ടി വരുമെന്ന് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും അൻവർ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നവകേരള സദസ്സിന്റെ പേരിൽ കോൺട്രാക്ടർമാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഭീഷണിപ്പെടുത്തി പിരിച്ചിരിക്കുന്നതെന്ന് അൻവർ ആരോപിച്ചിട്ടുണ്ട്. അതായത് കോൺട്രാക്ടർമാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നവകേരള സദസ്സിന്റെ പേരിൽ പിരിച്ചിട്ടുണ്ട് എന്നാണ് അൻവർ പറയുന്നത്. കരാറുകാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അൻവർ പറയുന്നു. അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിട്ടാൽ തീർച്ചയായും മന്ത്രിസഭ തന്നെ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു സത്യം തന്നെയാണ്. PV അൻവർ പറയുന്നതെല്ലാം എന്തെങ്കിലും തെളിവില്ലാതെ അദ്ദേഹം ഒരു കാര്യവും സംസാരിക്കാറില്ല എന്നുള്ളതൊരു നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയത് തന്നെയാണ്. അതുകൊണ്ട് PV അൻവറിന്റെ ഒരു തരംഗം തന്നെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. PV അൻവറിനെ വഞ്ചകനെന്ന് വിളിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടി ചൊവ്വാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറയുമെന്ന് PV അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. PV അൻവറിന്റെ ചതി കൊണ്ടാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നതെന്നാണ് പല നേതാക്കന്മാരും പറഞ്ഞത്. PV അൻവറിനെ ചതിയനെന്ന് വിശേഷിപ്പിച്ചു. അതിന്റെ മറുപടി അടുത്ത ചൊവ്വാഴ്ച പറയുമെന്ന് PV അൻവർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരാമർശത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞു.
പി വി അൻവറിനെ UDF കറിവേപ്പിലയാക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് നേരത്തെ ആര് വിവരം നൽകി എന്ന് അദ്ദേഹം ചോദിച്ചു. കോൺഗ്രസിന് അറിയാവുന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അറിയണമെങ്കിൽ ആരെങ്കിലും വിവരം ധരിപ്പിച്ചതുകൊണ്ടായിരിക്കണമല്ലോ. ആ കാര്യം ആരാണ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതെന്ന് പി വി അൻവർ ചോദിക്കുകയുണ്ടായി. എന്തായാലും പി വി അൻവറിന്റെ ഈ തരംഗങ്ങൾ കൊണ്ട് ഏകദേശം പി വി അൻവർ വിജയിച്ചു എന്നുള്ള മട്ടിൽ തന്നെയാണ് നിലമ്പൂർ അങ്ങാടിയിലെ അംഗം നടക്കുന്നത്. നിലമ്പൂരിൽ കർഷകരാണ് ഏറ്റവും കൂടുതൽ. കർഷകരെ സഹായിക്കണമെങ്കിൽ കർഷകരോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവ് വേണം എന്നാണ് അവിടുത്തെ കർഷകർ പറയുന്നത്. കർഷകർക്കുള്ള പ്രശ്നങ്ങളായിരുന്നാലും വന്യജീവികളുടെ പ്രശ്നങ്ങളായിരുന്നാലും ശബ്ദമുയർത്താൻ അൻവറിന്റെ നാവിനെ കഴിയൂ എന്നാണ് നിലമ്പൂരിലെ ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും അൻവറിനെ തന്നെ ഞങ്ങൾ ജയിപ്പിക്കുകയുള്ളൂ. ഇനി അൻവർ മാത്രമേ ഇവിടെ ജയിക്കുകയുള്ളൂ എന്നും നിലമ്പൂരിലെ നാട്ടുകാർ പറയുന്നുണ്ട്. അതായത് അൻവർ ഇവിടെ ജയിച്ചു കഴിഞ്ഞു, ഇനി രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം ബാക്കിയുള്ള പാർട്ടികൾ തമ്മിൽ നടത്തിയാൽ മതി എന്നാണ് പി വി അൻവർ പറയുന്നത്. ഏകദേശം നാട്ടുകാരും ആ വിവരം തന്നെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പി വി അൻവർ അവിടെ നിലമ്പൂരിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. ജനങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ തീർച്ചയായും അത് തന്നെ നടക്കുകയും ചെയ്യും. ഇനി BJPക്ക് ആണെങ്കിൽ 10,000 വോട്ടോളം അവിടെ ഉണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. ആ വോട്ടുകൾ മറ്റാർക്കും കുത്താതിരിക്കാൻ വേണ്ടി. ഇനി ക്രിസ്ത്യൻ വോട്ടാണ് BJP പ്രതീക്ഷിച്ചിരിക്കുന്നത്. ക്രിസ്തീയ സഭകൾ മുഴുവനും BJPയുടെ കൂടെ നിന്ന് വോട്ട് ചെയ്യും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. ക്രിസ്തീയ സഭകൾ കൂടെ നിൽക്കട്ടെ. നിലമ്പൂരിൽ ഏകദേശം ഹിന്ദു സമൂഹമാണ് 45% ഉള്ളത്. അതിനുശേഷം മുസ്ലിങ്ങളാണ് 43% ഉള്ളത്. ബാക്കിയുള്ളത് മാത്രമേ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ നിലമ്പൂരിൽ ഉള്ളൂ. അപ്പോൾ അത്രയും പോരുന്ന ആളുകൾ, ഈ 15% വരുന്ന ആളുകൾ വോട്ട് ചെയ്ത് എവിടെ ജയിക്കാനാണ്? അങ്ങനെ ജയിക്കുമെങ്കിൽ ജയിക്കട്ടെ, ചരിത്രം സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. അവിടെ ഒരു അക്കൗണ്ട് തുറന്നു എന്ന് നമുക്ക് ഓപ്പണാക്കി എന്ന് നമുക്ക് പറയാം. എന്തായാലും അവിടെ ജയിക്കാൻ പോകുന്നില്ല, അത് വേറൊരു സത്യം. ഇനി പാമ്പ്ളാനി സാക്ഷാൽ പാമ്പ്ളാനി എന്ന് പറഞ്ഞാലും അവിടെ ക്രിസ്ത്യൻ സഭ എന്തായാലും BJPക്ക് വോട്ട് കൊടുക്കില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സഭ പറയുന്നിടത്തല്ലല്ലോ ജനങ്ങൾ നിൽക്കുന്നത്. ജനങ്ങളുടെ വോട്ട് ജനങ്ങളുടെ ഇഷ്ടത്തിനല്ലേ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ പിന്നെ ആർക്ക് കുത്തും എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഈ പറയുന്ന ഞാൻ പോലും പറയുന്നത് ഒരിക്കലും സത്യമാവണമെന്നില്ല. ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ആ പ്രവചനങ്ങളൊക്കെ പലതും ഇന്റർപോളിന്റെ പ്രവചനം പോലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തെറ്റിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും, ക്രിസ്തീയ സഭ ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അങ്ങനെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ജയിക്കട്ടെ, യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല. ഇനി കോൺഗ്രസ് ആണെങ്കിൽ അവരും ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസും പറയുന്നത്. ജയിക്കട്ടെ, പ്രശ്നമില്ല. എന്തായാലും തരംഗം പി വി അൻവറിൻ്റെത് ഓടുന്നത് കൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിന്റെ പല തെറ്റുകളും കുറ്റങ്ങളും, അതായത് തട്ടിപ്പും വെട്ടിപ്പും എല്ലാം പി വി അൻവർ വെളിപ്പെടുത്തുന്നത് കൊണ്ടും അൻവറിന്റെ കയ്യിൽ രേഖാമൂലം തെളിവുകൾ ഉള്ളത് കൊണ്ടും അത് വെളിപ്പെടുത്തും എന്ന് പറയുന്നത് കൊണ്ടും അൻവർ അത് ചെയ്തിരിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ജനങ്ങൾ അൻവറിനോടൊപ്പം തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസ് പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായും പി വി അൻവർ അവിടെ വിജയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് പി വി അൻവർ ജയിച്ചാൽ ഇനി ഏത് പാർട്ടിയിലേക്ക് പോകും എന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും പാർട്ടിയിലേക്ക് ചായ്വ് ഉണ്ടാകുമോ, അതോ സ്വതന്ത്രനായി നിന്ന് മുന്നോട്ട് പോകുമോ, അതോ ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു രജിസ്ട്രേഷൻ കേരളത്തിൽ നടക്കുമോ എന്നും കൂടി നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും എന്തായാലും പി വി അൻവറിനെ അവിടെ ജയിപ്പിക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു.
അപ്പോൾ PV അൻവർ ആയിരിക്കും നിലമ്പൂരിൽ ജയിക്കാൻ പോകുന്നത്. സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ കൊടുക്കുവാനായി PV അൻവർ സകല സന്നാഹങ്ങളോടും കൂടി അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. പാർട്ടി ചിഹ്നത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടുണ്ട്. അപ്പോൾ ഏത് ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് ഇനി അൻവർ വാർത്താ സമ്മേളനത്തിൽ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് PV അൻവറിന് വോട്ട് കൊടുക്കുന്ന ആളുകൾ തീർച്ചയായും നിഷ്പക്ഷ ചിന്താഗതിക്കാരാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ന്യൂസുകളിലും മറ്റും കാണുമ്പോൾ പല മാധ്യമങ്ങളിലൂടെയും വരുന്നത് നിലമ്പൂരിലെ ജനങ്ങൾ മറ്റു പാർട്ടികൾ LDF-ൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും അല്ലെങ്കിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും ഈ PV അൻവറിന്റെ ഒരു തരംഗത്തിൽ വീണുപോയി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നമുക്ക് വിജയം ആർക്കാവും എന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമസ്കാരം.